തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുന്നണികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. കൂടുതൽ ദേശീയ നേതാക്കളെ രംഗത്തിറക്കി കളം പിടിക്കാനും എൻഡിഎ തന്നെയാണ് മുന്നിൽ. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ, കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി എന്നിവർക്ക് പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മറ്റന്നാൾ കോഴിക്കോടെത്തും. സീതാറാം യെച്ചൂരി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കളും ഇടത് വലത് മുന്നണിക്കായി വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനെത്തും. വിവരങ്ങൾ നൽകാനായി ദിസ്ന സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്നും. ദിസ്ന, എന്തായാലും കോഴിക്കോട് പ്രചാരണം, മലബാർ മേഖലകളിലടക്കം പ്രചാരണം അതിശക്തമായിട്ട് മുന്നേറുന്നുണ്ട്. ഒപ്പം താരപ്രചാരകരെ അടക്കം എൻഡിഎ അടക്കം മറ്റ് മുന്നണികളും രംഗത്തിറക്കുന്നുണ്ട്. ഇനി 10 ദിനം മാത്രമാണ് വോട്ടെടുപ്പിനുള്ളത്. കേരളത്തിൽ പ്രചാരണങ്ങൾ ശക്തമായി മുന്നേറുക തന്നെയല്ലേ ചെയ്യുന്നത് മൂന്ന് മുന്നണികളും? ദേശീയ നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കുവാൻ തന്നെയാണ് എല്ലാ മുന്നണികളുടെയും ശ്രമം. ഇതിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എൻഡിഎ തന്നെയാണ്. എൻഡിഎ കൂടുതൽ ദേശീയ നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ടാണ് പ്രചരണം കൊഴുപ്പിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ, കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ, കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി എന്നിവർക്ക് പിന്നാലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മലബാറിൽ എത്തുകയാണ്. ഇത് കൂടുതൽ ജനങ്ങളിൽ ആവേശം ഉണർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് എൻഡിഎ. നാളെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ പ്രചാരണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മറ്റന്നാൾ കോഴിക്കോടും അദ്ദേഹത്തിന് പരിപാടിയുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കോഴിക്കോട് ജെ.പി. നദ്ദ പങ്കെടുത്ത പരിപാടിയിൽ വലിയ ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ആളുകളാണ് അണിനിരന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു. അഴിമതി രഹിത സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യൂ എന്നായിരുന്നു ജെ.പി. നദ്ദയുടെ പ്രസംഗം. അത് ആളുകൾ ഏറ്റവും ആവേശോജ്വലമായി തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉൾക്കൊണ്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ മുതലക്കുളത്ത് നടന്ന മീനാക്ഷി ലേഖിയുടെ മഹിളാ സമ്മേളനങ്ങളൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു. അതിൽ ആയിരക്കണക്കിന് വനിതകളാണ് പങ്കെടുത്തത്. തുടർന്നുള്ള മഹിളാ റാലിയിലും നിരവധി ആളുകളാണ് പങ്കെടുത്തത്. ഇതൊക്കെ തന്നെയും വലിയ ആവേശോജ്വലമായ സ്വീകരണമാണ് എൻഡിഎക്ക് നൽകുന്നത് എന്നാണ് ഓരോ സ്ഥാനാർത്ഥികളും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ദേശീയ നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ട് പ്രചാരണം കൊഴുപ്പിക്കുവാൻ തന്നെയാണ് എല്ലാ കക്ഷികളുടെയും ശ്രമമെന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ദേശീയ നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ട് വളരെ ആവേശോജ്വലമായ പരിപാടികൾ തന്നെയാണ്, പ്രചാരണ പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായിട്ട് തന്നെ മുന്നേറുന്നുണ്ട്.